അടുത്തോട്ട് വരുന്നതായിട്ട് ഇയാൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പിറ്റേന്ന് രാവിലെ വാച്ച്മാൻ ജോലിക്ക് വരുമ്പോൾ കാണുന്നത് സാമിൻ്റെ വീടിൻ്റെ ഡോറ് തുറന്നു കിടക്കുന്നതാണ്. കുത്തി തുറന്നൊന്നുമല്ല, അല്ലാതെ തന്നെ തുറന്നു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എന്താണ് പതിവില്ലാതെ ഇങ്ങനെ രാവിലെ ഡോറ് തുറന്നിട്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വാച്ച്മാൻ ഇങ്ങനെ ഡോറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ കാണുന്നത് സാം മരിച്ചു കിടക്കുന്നതാണ്. അതായത് ഫുൾ ഇങ്ങനെ ബ്ലഡ് ആയിട്ട് സാം തറയിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ ഒരു പൊട്ടിയ ഡോർ ബെല്ലും അതിൻ്റെ അടുത്തായിട്ട് സാമിൻ്റെ അടുത്തായിട്ട് കിടക്കുന്നത് കാണാം. അപ്പോൾ ഈ വാച്ച്മാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് വന്ന് അവിടെ മൊത്തം ക്ലിയർ ചെയ്യുന്നു. എന്നാലും അവർക്ക് സാം എങ്ങനെയാണ് മരിച്ചതെന്നുള്ളതിൻ്റെ ഒരു തെളിവോ അത് ഒന്നും അവർക്ക് പോലീസിനെന്നല്ല ആർക്കും കിട്ടുന്നില്ല. ആർക്കും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് സാം മരിച്ചതെന്നുള്ളത്. അടുത്ത ദിവസം മുതൽ രാത്രി ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും വീടിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഡോർ ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കാം. പോരാത്തതിന് ആ ഡോറിൽ ഇങ്ങനെ നോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗണ്ട് കേൾക്കാമെന്നും ആൾക്കാർ പറയുന്നു. അതിനുശേഷം ആ വീട്ടിലാരും താമസിച്ചിട്ടുമില്ല. ആ വീടൊരു ഹോണ്ടഡ് ഹൗസായിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കഥ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.